ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കുസാറ്റിന് തൊട്ടടുത്തായിട്ടാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നതാണ് കുസാറ്റിനടുത്ത് വീടുണ്ടോ എന്നുള്ളത്. കുസാറ്റിൽ നിന്നും വെറും 700 മീറ്റർ 700 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. മെയിൻ റോഡ്, അതായത് നമ്മുടെ സീപോർട്ട് റോഡിന് വളരെ അടുത്താണ്. വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 2.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് എയർപോർട്ട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ 21 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. നമുക്ക് നല്ലൊരു സ്കൂൾ നോക്കുവാണെങ്കിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നൈപുണ്യ സ്കൂൾ തൊട്ടടുത്താണ്. 1.4 കിലോമീറ്റർ മാത്രമാണ് നൈപുണ്യ സ്കൂളിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു ഹോസ്പിറ്റൽ നോക്കുവാണെങ്കിൽ സൺറൈസ് തൊട്ടടുത്തുണ്ട്. 1.9 കിലോമീറ്റർ ആണ്. മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഈസി ആക്സസ് ആണ്. ഭാരത് മാതാ കോളേജിലേക്ക് വെറും 1 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 5 കിലോമീറ്ററും കളക്ടറേറ്റിലേക്ക് 3.4 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ ആക്സസബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലായി. എല്ലാ സ്ഥലങ്ങളിലേക്കും വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ഒരു ലൊക്കേഷനിലാണ് കുസാറ്റിനടുത്തുള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെയുള്ള ഈ റോഡ്, നമുക്ക് ഇവിടെ ഒരു വീടിന്റെ കൂടെ വർക്ക് നടക്കുന്നുണ്ട്. 2 വീടുകളുടെ കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ടൈലൊക്കെ ഇട്ട് വളരെ ഭംഗിയായ റോഡായിരിക്കും ഈ കാണുന്ന വില്ലയുടെ ഫ്രണ്ടിലൂടെ വരുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആണ്. മിഡിൽ പോർഷനിലൊക്കെ വന്നിട്ട് ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളിലൊക്കെ വന്നിട്ട് ഷോ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വീട് നോക്കുവാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയ ഡിസൈനിലും എലിവേഷനിലും ഒക്കെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ടൊരു ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡാണ് പെയിന്റ് വരുന്നത്. വൈറ്റ് കളറും അത് കൂടാതെ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെയും ആ ഒരു കോമ്പിനേഷൻ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ കൂടിയാണ് അതിനകത്ത് വരുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഡിസൈൻ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് വീടിനകത്ത് കാർ പോർച്ചിന്റെ അണ്ടറിലേക്കാണ്. കവേഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കാർ പോർച്ച് യൂസ് ചെയ്യാം. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയയുമാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണർ. കിണർ കൂടാതെ നമുക്ക് ഇവിടെ KWയുടെ കണക്ഷനും കൂടി ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെള്ളത്തിനായിട്ട് 2 ടൈപ്പ് ഓഫ് സോഴ്സ് ഉണ്ട്. കിണറും ഉണ്ട്, KW കണക്ഷനും ഉണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലൂടെ കിണറിന്റെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ കടന്നു വന്ന വഴി കണ്ടു. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർ പാർക്കിംഗ് ചെയ്യാവുന്ന ഏരിയയുടെ ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെ പോകുമ്പോഴും അവിടെയും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഭംഗിയായിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് നമുക്ക് വർക്ക് ഏരിയയുടെ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഒരു 3 ചെയറുകൾ വരെ ഇടാനുള്ള നല്ലൊരു പ്ലേസ് നമുക്ക് ഇവിടെ, അത്ര സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ആയി നോക്കിയാൽ കാണാം ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നല്ലൊരു ഡിസൈനും വലിയ LED ബൾബും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിലുള്ള ഈ ഒരു ഡോറ്, ബാക്കി വരുന്ന ഈ ഒരു മരത്തിന്റെ വർക്കുകൾ എല്ലാം നോക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പുറത്തും അകത്തുമുള്ള എല്ലാ ഡോറുകളെയും മരത്തിന്റെ കാണുന്ന വർക്കുകൾ, ഈവൻ നമ്മുടെ ഹാൻഡ് റെയിൽസ് പോലും ചെയ്തിരിക്കുന്നത് തേക്കിലാണ്.
വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. നല്ല ഒരു ഡിസൈനിൽ ഒറ്റപ്പാളിയിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് ചെരുപ്പൊക്കെ സൂക്ഷിക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഷൂ റാക്ക് കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഇവിടെ ഫ്രഞ്ച് മോഡലുള്ള 2 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ്, ചെറിയൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായ ഒരു ടൈലാണ്. ചെറിയൊരു അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കാണാത്ത രീതിയിലുള്ള ഭംഗിയുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്കുകളൊന്നും ചെയ്ത് വൃത്തികേടാക്കാതെ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടുതലും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഭംഗിയായിട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ അതിനകത്ത് വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് മുകളിലൊക്കെ നോക്കിയാൽ കാണാൻ നമുക്ക് ഒരുപാട് ഡോറുകളൊക്കെ കൊടുത്തിട്ട് കബോർഡ് ഫെസിലിറ്റികളൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ആ ഒരു ഫിഷിനെ മാത്രമേ ഇതിനകത്ത് കൊണ്ടുവന്നിടുന്ന ആ ഒരു വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ഉള്ളത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഇതിന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് തന്നെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽസ് ഒക്കെ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് തേക്കിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. സ്റ്റെപ്പ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടു. സ്റ്റെപ്പിന്റെ താഴെ വരുന്ന ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ബാക്കി വരുന്ന ആ ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഗ്രാസ് വിരിച്ചിട്ട് അതിനകത്തൊക്കെ വൈറ്റ് കളറുള്ള ആ ഒരു ചെറിയ പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഭംഗിയായിട്ടുള്ള 3 ട്രീസും ആണ് വെച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഡൈനിങ് ഹാളിൽ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് 3 എണ്ണമായിട്ടാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് വാഷിംഗ് കൗണ്ടർ കിട്ടുന്നുണ്ട്. വാഷ് ബേസിൻ വന്നിട്ട് ജാഗ്വാറിന്റെ ആണ്. അത് വെച്ചിരിക്കുന്നത് വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റിലാണ്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ ചെയ്തിട്ട് അവിടെ മനോഹരമായിട്ടൊരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ട് നല്ല ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയ ഡിസൈനിൽ ഭംഗിയായിട്ടാണ് ആ ഒരു വുഡൻ ആയിട്ടുള്ള TV യൂണിറ്റ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ ഭാഗത്തൊക്കെ ചെറിയ കബോർഡുകളായിട്ടൊക്കെ ഡ്രോസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ നമുക്ക് ഷെൽഫ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് LED സ്ട്രിപ്പുകളുടെ വർക്കുകളും വലിയ LED ബൾബുകളുടെ വർക്കുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ പാനലിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ നമ്മുടെ വുഡൻ ആയിട്ട് കാണുന്ന എല്ലാ വർക്കുകളും തന്നെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചണും കാണാനുണ്ട്, ഒരു ബെഡ്റൂമും കാണാനുണ്ട്. താഴെ നമുക്ക് ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്, പിന്നെ കിച്ചണും കാണാനുണ്ട്. നമുക്ക് ആദ്യം കിച്ചൺ തന്നെ കണ്ടിട്ട് വരാം. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാവുന്ന ഓപ്ഷനും ഇതിന് അവൈലബിൾ ആണ്. എൻട്രൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. നേരെ കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജിനായിട്ട് നമുക്ക് അഡീഷണൽ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ആ ഒരു വലുപ്പത്തെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യാവുന്നതാണ്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈൽ ആ ഒരു സിൽവർ ലൈൻ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നമുക്ക് വലിയ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. മുകളിലും താഴെയൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പ്യൂർ ഫ്ലെയിംസിന്റെ ഒരു ചിമ്മിണി വെച്ചിട്ടുണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓൾറെഡി അവിടെ ഗ്യാസ് സ്റ്റൗ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ ആ ഒരു സ്ഥാനമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാവുന്ന രീതിയിലാണ് ആ ഒരു ഗ്യാസ് സ്റ്റൗ ഒക്കെ അവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്, വടക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും 3 വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകളും LED ബൾബുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു ഫസ്റ്റ് കിച്ചൺ ആണ് നമ്മൾ കണ്ടത്. നമുക്കിത് സെക്കൻഡ് കിച്ചണും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ലെങ്തി ആയിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിങ്കും ഒരു പൈപ്പ് കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലാബ് ഒക്കെ കൊടുത്തിട്ട് താഴെയാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നേരെ മുകളിൽ നോക്കിയാൽ അവിടെയും നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വളരെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്.
ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് നമ്മുടെ ഇവിടെ ഇപ്പൊ നടക്കുന്ന ആ ഒരു വീടിന് തൊട്ടടുത്ത് മറ്റൊരു വീടിനോടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് അവിടുത്തെ വുഡൻ ഐറ്റംസ് ഒക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്തിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഡോറുകളൊക്കെ കൊടുത്തിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇവിടെ താഴത്തെ ഫ്ലോറിലുള്ള ബെഡ്റൂം ആണ് ഇനി കാണാനുള്ളത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്, തേക്കിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 12.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 3 എണ്ണവും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളുടെ വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാത്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ ഒക്കെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ഇവിടെ അടുത്ത് ജാഗ്വാറിന്റെ വോൾ പീസിലും അതിന് താഴെ ഭംഗിയായിട്ടുള്ള ചെറിയ കബോർഡ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. മിറർ ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് ബാത്റൂമിനകത്തുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. നമുക്ക് TV ഒക്കെ വെക്കാനായിട്ട് വേണമെങ്കിൽ ഈ ഒരു വോൾ യൂസ് ചെയ്യാം. ഇവിടെയാണ് പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് നീളത്തിലുള്ള സോഫ സെറ്റീസ് ഇടാം. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയ ഒരു സ്കൂപ്പ് പോലത്തെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും TV കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. വിഷൻ ഒക്കെ നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഗ്യാപ്പും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഹാള് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഹാളിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിറയെ വുഡൻ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 13.5 12.5 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ് വരുന്നത്. 6 വിൻഡോസ് ആണ് ടോട്ടൽ രണ്ട് സൈഡിലും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ മിഡിൽ പോർഷനിൽ നോക്കുവാണെങ്കിൽ വലിയൊരു പാനലിംഗ് വർക്ക് ചെയ്തിട്ട് അതിന് സറൗണ്ടിങ്സ് വരുന്ന ഏരിയകളിലൊക്കെ വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയിൽ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളെല്ലാം സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11.5 10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. അതുകൂടാതെ എല്ലാ റൂമുകളിലും നമുക്ക് ഷോ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെങ്കിലും വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അതിനകത്തും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും നല്ല സ്റ്റാൻഡേർഡ് ആയതും സ്ട്രോങ് ആയതുമായിട്ടുള്ള ഇതുപോലുള്ള കബോർഡുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഹാൻഡ് റൈൽസ് ആണെങ്കിലും ഡോർ എല്ലാം നല്ല സേഫ് ആയിട്ട് തന്നെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് കാണുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു റൂം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് കൂടി യൂസ് ചെയ്യാം. ഓൾറെഡി നമുക്ക് അവിടെ ഒരു ഹാള് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് TV ഒക്കെ കാണാനായിട്ട് നമുക്ക് ഗസ്റ്റിനെ കൂടാതെ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ അഡീഷണൽ ഒരു റൂം കൂടി നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തെ വോളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം TV വെക്കാനുള്ള പ്ലഗ് പോയിന്റും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. 2 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള പാനലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിട്ട് LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അതിനകത്ത് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ഗേറ്റ് കാണാം. അത് തുറന്ന് നമുക്ക് താഴത്തെ തട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ
അവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒറിജിനൽ പ്ലാന്റ്സ് തന്നെയാണ്. നമുക്കത് വാട്ടറിങ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടേക്ക് ഇറങ്ങാനൊക്കെ നല്ല രീതിയിൽ സ്റ്റെപ്പുകളൊക്കെ ഇട്ട് നല്ല അറേഞ്ച്മെന്റ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് വീട് പണിയുന്നത് കാണാം. ഒരു പ്യൂർലി റെസിഡൻഷ്യൽ ഏരിയ ആണ്. തൊട്ടടുത്തും ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് വീടുകളുടെ കൺസ്ട്രക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർകേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലെ ടെറസിന്റെ ഭാഗത്തേക്കാണ് വരുന്നത്. സാധാരണ നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്ത സ്റ്റെപ്പുകൾ റെഡിമെയ്ഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിരിക്കും. ഇതെല്ലാം കംപ്ലീറ്റ് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് മുകൾ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം കോൺക്രീറ്റ് തന്നെയാണ്. അവിടെ നമുക്ക് പെർഗോള മോഡലിൽ 3 ഓപ്പണിങ്സ് വരുന്നുണ്ട്. കൈയാണ് വിസിബിൾ ആയിട്ടുള്ളത്. ഇവിടെ മുകളിലും താഴെയും എല്ലാ റൂമുകളിലും തന്നെ പ്രോപ്പർ ആയിട്ട് എയർഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓപ്പൺ ടെറസിലേക്കാണ് ചെല്ലുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് അടുത്ത് കുസാറ്റിന് തൊട്ടടുത്തായിട്ടാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലുള്ള കുസാറ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും വെറും 700 മീറ്റർ മാത്രമാണ്, 700 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വെറും 500 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നൈപുണ്യ സ്കൂള്, സൺറൈസ്, അതുപോലെ തന്നെ ഭാരത് മാതാ കോളേജ്, കളക്ടറേറ്റ് എല്ലായിടത്തേക്കും നമുക്ക് വെറും 5-10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് എത്താവുന്നതാണ്. തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 2.4 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഇടപ്പള്ളിയിലേക്കൊക്കെ ഈസി ആയിട്ട് എത്താം. നിങ്ങൾ ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് കണ്ടതാണ്. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഫസ്റ്റ് ക്ലാസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെയാണ് ബിൽഡർ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വുഡൻ ആയിട്ട് കാണുന്ന ഐറ്റംസ് എല്ലാം തന്നെ തേക്കിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു ലൊക്കേഷനിൽ ഇതുപോലെ ക്വാളിറ്റിയിൽ ഒരു വീട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നല്ലൊരു കോസ്റ്റ് വരുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ വീട് സ്ഥിതി ചെയ്യുന്നത് 4,200 സെന്റിലാണ്. 1,800 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4.2 സെന്റിൽ 1,800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ പ്ലസ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു റൂം കൂടി കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് എന്തായിട്ട് വേണമെങ്കിലും ആ ഒരു റൂം കൺവെർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും സൗകര്യങ്ങളുണ്ട്. 3 ബാത്റൂമുകളിനകത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. KWയുടെ കണക്ഷൻ ഓൾറെഡി എടുത്തിട്ടിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 700 മീറ്ററും സീപോർട്ട് റോഡിൽ നിന്ന് 500 മീറ്ററും മാത്രമായുള്ള ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,45,00,000 രൂപയാണ്. 1.45 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഓണറുമായി സംസാരിച്ച് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങി തരുന്നതായിരിക്കും. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീട് കാണാനായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.